വിജിൻ, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തത്സമയം കാണാൻ സാധിക്കുന്നുണ്ട്. സ്കൂബ ടീം ഇറങ്ങുകയാണ്. അവർ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. നേരത്തെ മാലിന്യം നീക്കം ചെയ്യുക എന്ന വളരെ നിർണായകമായ ഘട്ടമായിരുന്നു. ഇപ്പോൾ സ്കൂബ ടീം ഇറങ്ങുകയാണ്. ടണലിന്റെ അടക്കം റൂട്ട് മാപ്പ് അടക്കം ലഭിച്ച ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം പ്രതീക്ഷിക്കാവുന്ന സാഹചര്യം തന്നെയല്ലേ ഉള്ളതാ വിജിൻ? അങ്ങനെ തീർച്ചയായും ഈ പ്രതീക്ഷിക്കാവുന്നത് എന്ന് പറയാനുള്ള ഒരു വ്യവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഭൂപാട്ടിൽ നിരന്തരമായി തിരച്ചിൽ നടത്തി. ഇതൊപ്പം തന്നെ ഏറെ സംഘവും ചേർന്നാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരച്ചിലേക്ക് എത്താൻ പോലും കഴിയാത്തൊരു അവസ്ഥയിലാണ് നിന്ന് ഈ മാലിന്യത്തിന്റെ കൂമ്പാരം ഇങ്ങനെ എത്തിക്കിടക്കുന്നത്. മനസ്സിലാകും അധിക ദൂരത്തേക്കൊന്നും കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരാളൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് അകത്തേക്ക് കടന്നു പോകുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ തിരച്ചിൽ നടത്തിയ മേഖലകളിലാണ് വീണ്ടും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാലിന്യം നീക്കുന്നത് കഴിയുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ഇയാൾ കുരുങ്ങിക്കിടക്കുന്നു എന്ന കാര്യമൊക്കെ അന്വേഷിക്കാനാണ് അത്തരത്തിലൊരു തിരച്ചിലേക്ക് കടന്നത്. എന്തായാലും വികരമായി തന്നെ നിലവിൽ ഈ തിരച്ചിൽ തുടരുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജീവനോടെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നേരത്തെ മന്ത്രിയൊക്കെ സൂചിക്കുന്നത് പോലെ വലിയ തരത്തിലുള്ള ഈ വേസ്റ്റ് അടിഞ്ഞുകൂടിയത് കൊണ്ട് തന്നെ കാലങ്ങളായി അത് കെട്ടിക്കിടന്ന ഈ പല ഭാഗങ്ങളിലും മാൻഹോളിന്റെ ഭാഗങ്ങളിലൊക്കെ ചിലയിടങ്ങളിൽ കമ്പുവേലികൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊക്കെ തകർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ജോയി ഈ വെള്ളത്തിൽ അകപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല നീരൊഴുക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മറ്റ് മേഖലകളിലേക്ക് എവിടെയെങ്കിലും ഒഴുകിപ്പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഒരു സ്ഥിരീകരണം വേണം. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഫയർഫോഴ്സിന്റെ പ്രത്യേകമായ ഒരു അന്വേഷണത്തിന് കൂടി ഇപ്പോൾ ഉത്തരവ് നൽകിയിരിക്കുന്നത്. അങ്ങനെ പല തീരുമാനങ്ങളും യോഗത്തിൽ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇനി ഈ ഭാഗത്തെ മാലിന്യങ്ങൾ, മേൽഭാഗത്തെ മാലിന്യങ്ങൾ എങ്കിലും പൂർണ്ണമായും നീക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമായി നടത്താനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടാകൂ. അതിനുള്ള ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂബ സംഘവും ഓരോ ഘട്ടത്തിലും അകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റെയിൽവേയുടെ അകത്ത് ഉള്ള ഭാഗമായതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു റൂട്ട് മാപ്പ് ഇതിൽ ലഭ്യമായിട്ടില്ല. ഇന്നലെ തന്നെ അത് നമ്മളോട് സംസാരിച്ച ഉദ്യോഗസ്ഥരും ഒക്കെ പറഞ്ഞിരുന്നു. ഏത് വഴിയിലാണ് ഇത് പോകുന്നത് എന്ന കാര്യത്തിലുള്ള കൃത്യമായ ഒരു റൂട്ട് മാപ്പൊന്നും ലഭ്യമായിട്ടില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി കൂടിയുണ്ട്. എന്തായാലും ഈ 3-നും 5-നും ഇടയിലുള്ള മാൻഹോളുകൾ കൂടി പരിശോധിക്കുക എന്നൊരു ആ നടപടികളിലേക്ക് കൂടി കടക്കാനുള്ള തീരുമാനം ആയിട്ടുണ്ട്. അതിനു മുമ്പ് ഈ ഭാഗം കുറച്ച് മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി പരിശോധന നടത്താൻ കഴിയുമോ എന്ന ആ ശ്രമമാണ് നടത്തുന്നത്. ഒപ്പം തന്നെ ഈ ജെൻ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് അതിൻ്റെ ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധന കൂടി നടക്കുന്നുണ്ട്. അതിനും അധിക ദൂരം നേരത്തെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ മാലിന്യം കുറച്ചുകൂടി മാറിയ സാഹചര്യത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ കൂടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു പരിശോധന നടത്തി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. മഴ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് വീണ്ടും പ്രതിസന്ധിയായി മാറും. നിലവിൽ ഈ വെള്ളത്തിന് മുകളിൽ ഉള്ള ഈ മാലിന്യമാണ് ഇങ്ങനെ കട്ട പിടിച്ച് പാറ കണക്കെ കിടക്കുന്നത്. അത് നീക്കം ചെയ്യൽ വലിയ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ്. അകത്താണ്, അത് ടണലിനകത്തായതുകൊണ്ട് തന്നെ ഒരാൾക്ക് വളരെ പ്രയാസപ്പെട്ട് മാത്രം അകത്ത് കടക്കാൻ കഴിയുന്ന ഒരവസ്ഥ മാത്രമാണുള്ളത്. അത് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമല്ല. ഇഴഞ്ഞൊക്കെ പോയായിരുന്നു നേരത്തെ പരിശോധന നടത്തി. ഇന്നലെയൊക്കെയും ഇന്ന് രാവിലെയും ഒക്കെ പരിശോധന നടത്തിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ ഈ 70 മീറ്റർ എന്ന് പറയുന്നു, അത് കൃത്യമാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഈ ടണൽ ആരംഭിക്കുന്ന ഭാഗത്തു നിന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലിരിക്കുന്ന മാൻഹോളിലേക്ക് 70 മീറ്റർ ദൂരമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അത് ഏകദേശം പൂർണ്ണമായും പരിശോധിക്കാൻ ഈ സ്കൂബ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്താനും കഴിഞ്ഞിട്ടില്ല. ഈ വീതി കൂടുതലും അതുപോലെ തന്നെ ഉയർന്നു നിൽക്കാൻ കഴിയാത്തതുമായ ഒരവസ്ഥയാണ് ഇതിൻ്റെ ടണലിൻ്റെ അകത്ത് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായ എല്ലാ മേഖലയിലും എല്ലാ മൂലയിലും എത്തി പരിശോധിക്കാനുള്ളൊരു സാഹചര്യം ഒരുങ്ങിയിട്ടില്ല. പക്ഷേ ഇന്നലെ നിലവിൽ ഏകദേശം 40 മീറ്റർ ഈ ആമയിഴഞ്ചാൻ തോട് ആരംഭിക്കുന്ന ടണൽ ആരംഭിക്കുന്ന ഭാഗത്തു നിന്ന് ഏകദേശം 40 മീറ്റർ വരെ ഇന്നലെ പരിശോധന നടത്താൻ സ്കൂബ സംഘത്തിന് കഴിഞ്ഞിരുന്നു. ഇന്നലെ രാത്രി വീണ്ടും ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് മാൻഹോളിലെ വേസ്റ്റുകൾ പുറത്തെടുത്ത ശേഷം ഇന്ന് രാവിലെ വീണ്ടും സ്കൂബ ടീം അതിനകത്തേക്ക് ഇറങ്ങി ഈ ഉള്ളിലേക്ക് അവിടെ നിന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്ന് ഈ ടണൽ ആരംഭിക്കുന്ന ഭാഗത്തേക്കുള്ള 40 മീറ്റർ കൂടി കവർ ചെയ്തിരുന്നു. അങ്ങനെ ഏകദേശം ആദ്യം മുതൽ അവസാനം വരെയുള്ള
ഭാഗങ്ങളിൽ പരിശോധന നടത്താൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതും പൂർണ്ണമല്ല. 150 മീറ്റർ ദൂരമെങ്കിലും ഉണ്ട് ഈ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോം വരെയുള്ള ഭാഗത്ത്. അതായത് ടണൽ ആരംഭിച്ച് ഈ തോട് ഇതിനകത്തു കൂടി ഒഴുകുന്ന ഭാഗത്ത് ഏകദേശം 4 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ഇടയിൽ 150 മീറ്ററോളം ദൂരമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആ 150 മീറ്ററും കവർ ചെയ്യാനുള്ള നീക്കത്തിലേക്ക് എങ്ങനെ കടക്കുമെന്നതൊക്കെ വളരെ ദുഷ്കരമായ കാര്യം തന്നെയാണ്. ഈ തുടക്കത്തിലുള്ളതിന് സമാനമായ രീതിയിൽ തന്നെയാണ് അകത്തും ഈ മാലിന്യങ്ങൾ വലിയ രീതിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളത്, പൂർണ്ണമായും നീക്കം ചെയ്യുക എന്നുള്ളത് വലിയ ശ്രമകരമായ ദൗത്യം തന്നെയായിരിക്കും. അത്തരത്തിലൊരു ദൗത്യത്തിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കാൻ കഴിയില്ല. കാരണം ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം ബാക്കിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ നിലവിൽ ഈ സ്കൂബ ടീമും NDRF സംഘവും നിലവിൽ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന സ്ഥലത്ത് നടത്തുന്ന പരിശോധനയ്ക്ക് പുറമെ ഇനി വീണ്ടും 3നും 5നും ഇടയിലുള്ള ഭാഗത്ത് കൂടിയുള്ള പരിശോധന നടത്താൻ ഉള്ള ഒരു ആലോചന കൂടി നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആലോചനകളൊക്കെയാണ് നേരത്തെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഫയർഫോഴ്സ് മേധാവിയും അതുപോലെ തന്നെ NDRF മേധാവിമാരും മേയറും അതുപോലെ മറ്റു ഉദ്യോഗസ്ഥരുമൊക്കെ പങ്കെടുത്തിരുന്നു. അവരൊക്കെ ആശയവിനിമയം നടത്തിയ ശേഷം ഏതു തരത്തിൽ ഈ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹെൽപ്പ് ഡെസ്കുകൾ ഉൾപ്പെടെ തുടങ്ങാനുള്ള തീരുമാനത്തിലേക്ക് ഫയർഫോഴ്സ് ഉൾപ്പെടെ പോയത്. കാരണം ആ ഘട്ടത്തിൽ ഏതെങ്കിലും സമയത്ത് വലിയ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കമ്പിവേലികൾ ബ്ലോക്ക് ചെയ്ത് നിർത്തി മാൻഹോളുകൾക്ക് ഇടയിൽ എന്ന് പറയുന്ന കമ്പിവേലികൾ എല്ലാം പൊട്ടിപ്പൊഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം കാലങ്ങളായി ഇത്തരത്തിൽ വേസ്റ്റ് അടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഭാഗത്തൂടെ ഏതെങ്കിലും ഒഴുക്കിൽപ്പെട്ട് മറ്റേതെങ്കിലും പ്രദേശത്തേക്ക് ജോയി എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഒരു കൃത്യമായ ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണമല്ല, മറിച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ഇതിനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സാധ്യതകൾ മാത്രം പ്രയോജനപ്പെടുത്തി ഉള്ള ഒരു ഈ രക്ഷാദൗത്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി ഇതിൽ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കാനോ ഏതൊക്കെ ഭാഗത്തൂടെ പോകാൻ കഴിയുമെന്ന് പറയാനോ ഇപ്പോൾ ഈ NDRF സംഘത്തിനോ ഒപ്പം തന്നെ സ്കൂബ ടീമിനോ ഒന്നും കഴിയില്ല. എന്തായാലും പുതിയ ഒരു ടീം സ്കൂബ സംഘം കൂടി ഇങ്ങോട്ട് എത്താൻ പോകുന്നുണ്ട്. തിരുവല്ലയിലെ യൂണിറ്റാണ് ഇങ്ങോട്ട് എത്തുക. അവർ കൂടി ഇങ്ങോട്ട് എത്തും. കാരണം ഇവർ രാവിലെ മുതലുള്ള ജോലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 സ്കൂബ ടീമായി തിരിഞ്ഞ് ഒരുപക്ഷെ ഈ ഭാഗത്ത് നിലവിൽ ആനയിഴഞ്ചാൽ തോട് ആരംഭിക്കുന്ന ഭാഗത്തു നിന്ന് ഒരു സംഘവും, ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മാൻഹോളിലേക്ക് ഇറങ്ങി മറ്റൊരു സംഘവും തിരിച്ചും, അതായത് 3നും 5നും ഇടയിലുള്ള ഭാഗത്തേക്ക് തിരിച്ചും ഉള്ള ഒരു പരിശോധന നടത്താനുള്ള ശ്രമമായിരിക്കും നടത്തുക. അവിടെ ഏതൊക്കെ രീതിയിൽ, അതായത് 3 മുതൽ 1-ിടത്തേക്ക് എത്തുന്ന തുടക്കത്തിലേക്ക് എത്തുന്ന ഭാഗത്താണ് വലിയ തരത്തിലുള്ള മാലിന്യ കൂമ്പാരം ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ 3നും 5നും ഇടയിൽ ഏത് അവസ്ഥയിലാണ് ഉള്ളത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു പരിശോധനയിലേക്ക് കടക്കുന്നേ ഉള്ളൂ. അവിടെയും ഇത്തരത്തിൽ മാലിന്യം കൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതും വളരെ ദുഷ്കരമായി രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ എല്ലാം മേൽത്തട്ടിലാണ് ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അത് കാലങ്ങളായി അടിഞ്ഞുകൂടിയത് കൊണ്ട് തന്നെ പാറ കണക്കെ ഇരിക്കുന്നു എന്നാണ് നേരത്തെ സ്കൂബ സംഘം തന്നെ വ്യക്തമാക്കിയത്. NDRF സംഘവും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന പരിശോധന ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പതിയെ മാറ്റി അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു കൂടി ഈ ജോയി എവിടെയെങ്കിലും തങ്ങിക്കിടപ്പുണ്ടോ എന്ന കാര്യം അന്വേഷിക്കാനുള്ള ഒരു നടപടിയാണ്. അത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂബ സംഘം രാവിലെ ഇറങ്ങി, പിന്നീട് വീണ്ടും NDRF സംഘത്തിനൊപ്പം ഈ ആനയിഴഞ്ചാൻ തോടിൻ്റെ ആദ്യ ഭാഗത്ത് ഇറങ്ങി, ടണൽ ആരംഭിക്കുന്ന ഭാഗത്തിറങ്ങി. അങ്ങനെ തുടർച്ചയായി ഇത്തരം പ്രവർത്തനങ്ങൾ ഈ രക്ഷാദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേറെ ഏതെങ്കിലും തരത്തിലുള്ള രക്ഷാദൗത്യത്തിൽ നിലവിൽ കടക്കാനുള്ള സാഹചര്യവും ഇല്ല. ഇത്തരത്തിൽ ഇപ്പോൾ തുടരുന്ന രീതി തന്നെ തുടർന്ന് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. അതിൽ മറ്റൊരു സാധ്യത കാണുന്ന കാര്യമാണ് നേരത്തെ നമ്മളോട് K. പത്മകുമാർ ഫയർഫോഴ്സ് മേധാവി തന്നെ വ്യക്തമാക്കിയത്. ഏതെങ്കിലും നിലയിൽ ഈ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കാനുള്ള തീരുമാനം എത്തിയിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഇന്നലെയൊന്നും ഈ സ്കൂബ ടീം തന്നെ ആദ്യഘട്ടം പരിശോധന നടത്തുകയും മറ്റ് രക്ഷാപ്രവർത്തകരൊക്കെ പരിശോധന നടത്തുകയും ചെയ്തപ്പോൾ മനസ്സിലായിരുന്നു അങ്ങനെ ഒഴുകി പോകാനുള്ളൊരു സാഹചര്യമില്ല. കാരണം ഒരാൾക്ക് കഷ്ടി ഒഴുകി
പോകാൻ കഴിയുന്ന തരത്തിലുള്ള വെള്ളമൊഴുകുന്ന ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഭാഗമെല്ലാം മാലിന്യം നിറഞ്ഞ് കട്ട പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അത് മാത്രമല്ല, നേരത്തെ റെയിൽവേയുമായി ഒക്കെ സംസാരിച്ച ഘട്ടത്തിൽ ഇന്നലെ തന്നെ മനസ്സിലായത് ഈ മാൻഹോളിന് സമീപം ഒരു ഗ്രില്ല് കണക്കെ കിടക്കുന്നുണ്ട്. അവിടെ തടഞ്ഞു നിൽക്കാനുള്ള സാഹചര്യവും ഉണ്ട്. അതുകൊണ്ട് അതുവഴി അപ്പുറത്തേക്ക് കടന്നു പോകാനുള്ള സാധ്യതയില്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇന്നലെ രാത്രി ഈ റോബോട്ടിൻ്റെയൊക്കെ സഹായത്തോടെ മാൻഹോൾ ക്ലീൻ ചെയ്യുകയും ഇന്ന് സ്കൂബ സംഘം അതിനകത്ത് കയറി പരിശോധന നടത്തുകയും ചെയ്ത ഘട്ടത്തിലാണ് അങ്ങനെയൊരു ഗ്രില്ല് നിലവിൽ അവിടെ ഇല്ല, അത് ദ്രവിച്ചു പോയിട്ടുണ്ട് എന്ന കാര്യത്തിലേക്കൊക്കെ ഒരു വ്യക്തത വരുന്നത്. അങ്ങനെയെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഈ 5-നും 3-നും ഇടയിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിക്കാനുള്ളൊരു നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു ആലോചന ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തായാലും മുഖ്യമായും ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഈ ആനയിഴഞ്ചാൻ തോടിൻ്റെ ആദ്യ ഭാഗമായ ഈ ടണൽ ആരംഭിക്കുന്ന ഭാഗത്താണ്. ആ ടണൽ കേന്ദ്രീകരിച്ച് അവിടുത്തെ വേസ്റ്റ് മാറ്റുകയും അവിടത്തേക്ക് കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങി എത്താൻ കഴിയുന്ന നിലയിലുള്ള ഒരു പരിശോധനയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ശ്രമമാണ് എല്ലാവരും ചേർന്ന് നടത്തുകയും ചെയ്യുന്നത്. അഞ്ജന.